റിലയൻസ് ഇൻഡസ്ട്രീസ് തങ്ങളുടെ പെട്രോൾ പമ്പുകളിൽ ഇന്ധന നിയന്ത്രണം ഏർപ്പെടുത്തി. ഒരു വാഹനത്തിന് ഒരു തവണ ലഭിക്കുക പരമാവധി 1000 രൂപയുടെ ഇന്ധനം മാത്രം. നിയന്ത്രണം പശ്ചിമേഷ്യ യുദ്ധത്തെ തുടർന്ന് ഇന്ധന വിതരണത്തിൽ തടസ്സം നേരിട്ടതോടെ. പശ്ചിമേഷ്യയിലെ യുദ്ധ സാഹചര്യം കൊടുമ്പിരി കൊള്ളുകയാണ്. ഇന്ന് രാജ്യത്ത് ഇന്ധനക്ഷാമം അതിരൂക്ഷമായി തുടരുന്നു. ഇതിന്റെ സൂചനകളാണ് പല ദിക്കുകളിൽ നിന്നും ഇന്ന് അനുഭവപ്പെടുന്നത്. എന്നാൽ ഇതിന്റെ അടിസ്ഥാനത്തിൽ റിലയൻസ് പമ്പുകളിൽ വലിയ മാറ്റം കൊണ്ടുവന്നിരിക്കുകയാണ്. അതെ, ഇന്ധന വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് റിലയൻസ് പമ്പുകൾ. വില കൂടുന്നതിന് പകരം ഇന്ധനം വിതരണം ചെയ്യുന്നതിൽ നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് കമ്പനി. അതായത് റിലയൻസ് പമ്പുകളിൽ നിന്നും ഇനി ഒറ്റത്തവണ 1000 രൂപയ്ക്ക് മാത്രം പെട്രോൾ ലഭ്യമാകുകയുള്ളൂ എന്നാണ് പുതിയ നിർദ്ദേശം. ഇതോടെ വില വർധനയ്ക്ക് പകരം പെട്രോളിന്റെ വിതരണത്തിലാണ് കമ്പനി നിയന്ത്രണം ഏർപ്പെടുത്തിയിരിക്കുന്നത്. ആദ്യമായി ഇത്തരത്തിലൊരു നിയന്ത്രണം കൊണ്ടുവന്ന കമ്പനിയായി റിലയൻസ് മാറുകയും ചെയ്തു. ഇന്ധന വിതരണത്തിൽ തടസ്സം നേരിട്ടതോടെയാണ് ഈ പുതിയ നീക്കമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ കമ്പനി ഇത്തരം നിർദ്ദേശങ്ങളൊന്നും നൽകിയിട്ടില്ലെന്നാണ് റിലയൻസിന്റെ വിശദീകരണം. ഒറ്റപ്പെട്ടയിടങ്ങളിൽ പ്രാദേശിക പമ്പുകളിൽ ഇത്തരം തീരുമാനമെടുത്തിരിക്കാമെന്നും വിശദീകരണക്കുറിപ്പിൽ കമ്പനി അറിയിക്കുന്നുണ്ട്. ഇന്ത്യയിൽ റിലയൻസ് 2000-ലേറെ പമ്പുകൾ ഓപ്പറേറ്റ് ചെയ്യുന്നുണ്ടെന്നാണ് കണക്കുകൾ. ജിയോ BP മൊബിലിറ്റി സ്റ്റേഷനുകളിൽ ഇന്ധനക്ഷാമമോ നിയന്ത്രണങ്ങളോ ഇല്ല എന്നും റിലയൻസ് പറയുന്നു. അധിക ചിലവില്ലാതെ കൂടുതൽ മൈലേജ് നൽകുന്ന ഹൈ പെർഫോമൻസ് ആക്റ്റീവ് ടെക്നോളജി പെട്രോളും ഡീസലും ലഭ്യമാക്കുന്നുണ്ടെന്നും റിലയൻസ് വ്യക്തമാക്കുന്നുണ്ട്. ഇന്ധനം തീർന്നു പോകാതിരിക്കാനും പരിഭ്രാന്തി മൂലമുള്ള അധിക വിൽപ്പന തടയാനുമാണ് 1000 രൂപ പരിധി ഏർപ്പെടുത്തിയതെന്നും റിപ്പോർട്ടുകളിലുണ്ട്. വില വർധനയ്ക്ക് പകരം വിതരണത്തിന് നിയന്ത്രണം ഏർപ്പെടുത്തുന്നത് ശരിക്കും പറഞ്ഞാൽ ജനങ്ങൾക്കും ഇതൊരു ആദ്യ സംഭവമായിട്ട് തന്നെയാണ് കണക്കാക്കുന്നത്. എന്നാൽ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഭാരത് പെട്രോളിയം, ഹിന്ദുസ്ഥാൻ പെട്രോളിയം തുടങ്ങിയ പൊതുമേഖലാ എണ്ണ കമ്പനികൾ ഇതുവരെ ഇത്തരം നടപടികളൊന്നും പ്രഖ്യാപിച്ചിട്ടില്ല. യുദ്ധം കാരണം ക്രൂഡ് ഓയിൽ ഇറക്കുമതി തടസ്സപ്പെട്ടതും വിതരണ ശൃംഖലയിലെ അനിശ്ചിതത്വമാണ് ഇത്തരത്തിൽ നീക്കത്തിന് പിന്നിലെന്നാണ് കരുതപ്പെടുന്നത്. താൽക്കാലിക വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വിതരണം പഴയപടിയായിട്ടില്ല. ഇന്ധനം പൂഴ്ത്തിവെക്കുന്നത് ഒഴിവാക്കാനും പമ്പുകളിലെ സ്റ്റോക്ക് പെട്ടെന്ന് തീർന്നു പോകാതിരിക്കാനുമാണ് ഇത്തരത്തിലൊരു നടപടി കമ്പനി കൊണ്ടുവന്നതെന്നും ചർച്ചകളിൽ നിറയുന്നു. ഉടൻ തന്നെ റിലയൻസ് കമ്പനി ഇതുമായി ബന്ധപ്പെട്ട് വ്യക്തത വരുത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.